രീതിയാണ് CPR എന്ന് പറയുന്നത്. കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. അല്ലെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം എന്ന് പറയാറുണ്ട്. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അതാണ് നമ്മളിത് കുറച്ച് വിശാലമാണ്. ഇത് അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ആർക്കാണ് ഇത് കൊടുക്കുക എന്നുള്ളത് ആദ്യം അറിഞ്ഞു. ഏത് സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യും? CPR കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, മിന്നലടിച്ച് അബോധാവസ്ഥയിലായി, വാഹനം തട്ടി അബോധാവസ്ഥയിലായി, ഓക്കെ, ഷോക്കേറ്റ് അബോധാവസ്ഥയിലായി. അങ്ങനെ പല സാഹചര്യങ്ങളിൽ നമുക്ക് അല്ലാതെ തന്നെ ബോധക്ഷയം ഉണ്ടായി, ഒരാൾക്ക് സ്വാഭാവികമായി ബോധക്ഷയം ഉണ്ടായി വീണു. ആ സമയങ്ങളിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇനി അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അടുത്തത് നമ്മൾ അറിഞ്ഞേണ്ടത്. അതായത് അബോധാവസ്ഥയിലുള്ള ആൾക്കാർക്കാണ് സാധാരണയായി ഇത് കൊടുക്കാറുള്ളത്. അതാണ് അതിൻ്റെ രീതി. ഇനി എങ്ങനെ അബോധാവസ്ഥയിലായി എന്നുള്ളതിന് പല കാരണങ്ങൾ, ഈ പറഞ്ഞതുപോലെ പല കാരണങ്ങളാവാം. ഷോക്കേറ്റാകാം, മിന്നലടിച്ചാകാം, പലതാകാം. അപ്പോൾ ചില വണ്ടി തട്ടിയാകാം. അങ്ങനെ ഈ എങ്ങനെയാണ് അവർക്ക് കൊടുക്കേണ്ട രീതിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഏത് സാഹചര്യങ്ങളിൽ കൊടുക്കാമെന്നുള്ളതാണ്. നമുക്ക് ജീവനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജീവനുള്ള ഒരാൾക്ക്, നമുക്ക് ജീവന് തുടുപ്പുള്ള ഒരാൾക്ക് CPR കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടോ? നമ്മൾ ചിന്തിച്ചറിയാം. ചിലപ്പോൾ വണ്ടി തട്ടി പെട്ടെന്ന് അബോധാവസ്ഥയിലായതായിരിക്കും, അവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? വേണോ? വേണ്ട. അല്ലാതെ തന്നെ ബോധരഹിതനായി വീണ ആളായിരിക്കാം, അയാൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അതിനകത്ത് നമ്മൾ തിരിച്ചറിയണ്ടേ? അതാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട പരിപാടി. അതായത് നമ്മുടെ ഉള്ളിൽ ജീവൻ, നമുക്ക് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന്, ഹൃദയത്തിൻ്റെ താളം നിലയ്ക്കുന്ന ഒരവസ്ഥ. എല്ലാവർക്കും ഹൃദയതാളമുണ്ട് അല്ലേ? ടപ് ടപ് എന്ന് പറഞ്ഞാൽ അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആണ്. അതിനോടൊപ്പം തന്നെ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് നോക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ആൾക്കാരൊക്കെ എന്താ പറയും, പൾസ് നോക്കും. അതൊക്കെയാണ് അതിൻ്റെ രീതികളെന്ന് പറയുന്നത്. ഇത് രണ്ടിലൂടെയാണ് നമ്മൾ സാധാരണക്കാരൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ തന്നെ പെരുമാറണം. അതിനാദ്യം വേണ്ടുന്നത് ഒരു ഫസ്റ്റ് എയ്ഡർ എന്ന രീതിയിൽ നമ്മൾ ഉയരണം. അതിനാണ് നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കുന്നത്. നമ്മുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ താളം നിലച്ച് കുറച്ച് മിനിറ്റുകൾക്കകം നമ്മുടെ എന്ത് ഡെത്താവും? ബ്രെയിൻ ഡെത്താവും. ഈ ബ്രെയിൻ ഡെത്തായി കഴിഞ്ഞാൽ മാത്രമേ ഒരാൾ പൂർണ്ണമായും എന്താണെന്ന് പറയാൻ കഴിയൂ, മരണപ്പെട്ടു എന്ന് പറയാം. മനസ്സിലായല്ലോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ മരണം സ്ഥിരീകരിക്കാൻ നമ്മളാളാണോ? എപ്പോഴും ആരായിരിക്കണം? ഒരു പ്രൊഫഷണലായ ഡോക്ടർ തന്നെയാണോ എന്ത് ചെയ്യാൻ മരണം ഒരാളുടെ സ്ഥിരീകരിക്കുക? ഇല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതേ ശരിയല്ല. അപ്പം നമ്മൾ അവിടെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൈമറി ആയിട്ട് ചെയ്യുന്നത്. പ്രാഥമിക പരിപാടിയാണ് ഇതൊക്കെ. പ്രഥമ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റാണ് CPR എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഹൃദയതാളം അവസാനിച്ച് അതിനെ വിളിക്കുന്ന പേരാണ് ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറയുന്നത്. എന്താണ് ക്ലിനിക്കൽ ഡെത്ത് എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ബ്രെയിൻ കൂടി ഡെത്ത് ആകുമ്പോഴാണ് നമുക്ക് ബയോളജിക്കൽ ഡെത്ത് സംഭവിക്കുന്നത്. ജൈവിക മരണം എന്ന് പറയുന്നത് ബയോളജിക്കൽ ഡെത്ത്. ആ ബയോളജിക്കൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾ പൂർണ്ണമായി എന്തായി കഴിഞ്ഞു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ കോവിഡിന് ശേഷം കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ വളരെയധികം എന്ത് വരുന്നുണ്ട്? ഹൃദയാഘാതം മൂലമുള്ള അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന സംഭവം. നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാറുണ്ടല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാക്ക് തെറ്റാണ്, ഇല്ല, അങ്ങനെ സംഭവമേ ഇല്ല. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാഭാവിക സംസാര രീതിയാണ്. അങ്ങനെ സംഭവമില്ല. നമുക്ക് എന്താണ് വരുന്നത്? കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആ നിമിഷം വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഹൃദയം പെട്ടെന്ന് എന്ത് ചെയ്യും? ബ്ലോക്ക് ആവും. പെട്ടെന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൃദയം ഒന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അറിയാമല്ലോ, വീഴലേ ചെയ്യും, കുഴഞ്ഞു വീഴും. ആ കുഴഞ്ഞു വീണുള്ള മരണം വളരെ സ്വാഭാവികമായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്നും കേൾക്കാം, എപ്പോഴും കാണാം. അപ്പോൾ ഇതാണ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥയിൽ നമ്മൾ എന്ത് കൊടുക്കും? CPR കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊടുക്കേണ്ട സംഭവങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. മിന്നലടിക്കാം, ഈ പറഞ്ഞ പോലെ കുഴഞ്ഞു വീഴാം, അപകടം സംഭവിക്കാം, വാഹനാപകടം സംഭവിക്കാം, അങ്ങനെ ഇലക്ട്രിസിറ്റി അപകടങ്ങൾ ഉണ്ടാവാം, പൊള്ളലേറ്റ്, ഭീകരമായ പൊള്ളലേറ്റ് കുഴഞ്ഞു വീഴാം. അപ്പോൾ അങ്ങനെ പലതും സംഭവിക്കാം. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ കെമിക്കൽസ് ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ, ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അബോധാവസ്ഥയിലാവും. അപ്പം നമ്മൾ ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഇപ്പോൾ കിണറുകളിലൊക്കെ ഏറ്റവും കൂടുതൽ, കാരണം ഇപ്പോൾ നമ്മൾ കിണറുകളൊന്നും അധികം അങ്ങനെ വെള്ളം കോരാൻ വേണ്ടി ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ലെയറുകളിൽ എന്ത് അടങ്ങിയിട്ടുണ്ട്? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിൻ്റെ പ്രത്യേകത
നമുക്ക് ശരീരത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ബ്ലഡിനൊരു പ്രത്യേകതയുണ്ട്. ഈ കണ്ടന്റ് കയറ്റി കഴിഞ്ഞാൽ ഓക്സിജൻ എടുക്കുന്നതിന് പകരം നമ്മുടെ ബ്ലഡ് ഏതെടുത്തോണ്ട് പോകും? കാർബൺ മോണോക്സൈഡ് എടുത്തോണ്ട് പോകും. 2 ഇൻഹേൽ മതി, 2 പ്രാവശ്യം എടുത്താൽ മതി. അന്നേരം ഫ്ലാറ്റ്. അന്നേരം എന്ത് ചെയ്യും? പിന്നെ നമ്മുടെ ശരീരം എന്താ കുഴയുകയായിരുന്നു. പിന്നെ ശരീരം എന്ത് ചെയ്യത്തില്ല? പിന്നെ നമ്മുടെ ശരീരം ഇതാവത്തില്ല. നമ്മൾ ഈ മദ്യപിച്ച് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞുള്ള പരിപാടി അറിയാമല്ലോ. മദ്യപിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഡച്ച് കറേജ് ഉണ്ടാവാറുണ്ട്. ആ ഡച്ച് കറേജ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായി ഭയങ്കര നീന്തൽ താരമാണ് അല്ലെങ്കിൽ മറ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിക്കൊടുക്കും. നമ്മുടെ ശരീരം ആൽക്കഹോൾ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം എന്താവും? എല്ലാവരുടെ ശരീരവും ഹീറ്റാവും. ഭയങ്കര ഹോട്ടല്ലേ? ഹോട്ടാണ്. നമ്മുടെ ശരീരത്തെ ഭയങ്കര എനർജി അല്ലേ? എനർജി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ എനർജി ഹീറ്റാണ് നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുക. ഉത്തേജിപ്പിച്ചത് വെള്ളം എന്ന് പറയുന്നത് എന്താണ്? അടുപ്പിക്കുന്ന സാധനം. രണ്ടും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഏതേ വരും? മൈനസല്ലേ വരും. പ്ലസും മൈനസും കൂടെ അടിച്ചു കഴിഞ്ഞാൽ മൈനസല്ലേ വരും. അപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ കുഴഞ്ഞ നമ്മുടെ ബോധം അവിടെ ആദ്യം അങ്ങ് പോയി. പിന്നാണ് നമ്മൾ മരിക്കുന്നത്. നമ്മുടെ വെള്ളത്തിൽ, നേരത്തെ പറഞ്ഞ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? CPR കൊടുക്കാറുണ്ട്. നമ്മൾ CPR ഇപ്പോൾ വെള്ളം ഇനി ഏത് സാഹചര്യത്തിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. ഇപ്പം ഇപ്പോൾ 2 പേര് ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ നടന്നു പോകുന്നതിനിടയ്ക്ക് ആ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ 2 പേര് ഇങ്ങനെ നടന്നു പോകാം. ഇപ്പോൾ സുഹൃത്തുക്കൾ ഇങ്ങനെ നടന്നു പോകാം. അല്ല, ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണെന്ന് നിൽക്കുക, ഒരാൾ കുഴഞ്ഞു വീണു. അപ്പോൾ കുഴഞ്ഞു വീണാൽ നമുക്കറിയാം എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ റോഡ് വക്കിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഇതിനെ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഇവരെ വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി കിടത്തും. അല്ലാതെ മാറ്റി കിടത്തുമ്പോൾ എപ്പോഴും നിലത്തിലായിരിക്കണം കിടത്തുന്നത്. അല്ലാതെ തൊട്ടപ്പുറത്ത് വില്ലയൊക്കെ ഇട്ട് നല്ല സൂപ്പർ ബെഡ് കിടക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അവിടെ കിടന്നിട്ട് കിടത്തിക്കളായിരുന്നു. മറ്റുള്ളവരുടെ സഹായത്തോടെ ആരെങ്കിലുമൊക്കെ വിളിക്കണം. അതിന് ചെയ്യുന്ന പരിപാടി ലൗഡർ എന്നാണ് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് അപകടം പറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഒറ്റയ്ക്ക് ശ്രമിക്കരുത് അയാളെ പൊക്കാൻ വേണ്ടി. ചിലപ്പോൾ 150 കിലോ ഉള്ള ആളായിരിക്കും, നടക്കൂ ഇല്ല. 50 കിലോ ആണെങ്കിലും നടക്കുന്ന കേസ് കേട്ടല്ല. എന്ത് ചെയ്യാം? ലൗഡർ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ആൾക്കാരെ കൂട്ടുക. പെട്ടെന്ന് വാടകയെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം വയ്ക്കുക. ആൾക്കാർ വരും. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ സഹായത്തോടെ വളരെ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുക. സ്ഥലത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ അപകടം പറ്റിയ, വാഹനാപകടം പറ്റിയ ആളായിരിക്കാം. ഹെൽമെറ്റ് കാണത്തില്ല. ഹെൽമെറ്റ് കാണും. ചിലപ്പോൾ അല്ലാതെ ചിലപ്പോൾ വീണാണെങ്കിൽ ചിലപ്പോൾ ആ ഹെൽമെറ്റ് ധരിച്ച ആൾ ഇവിടെ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, വേസ്റ്റ് ബെൽറ്റ് ഉണ്ട്. ആ വേസ്റ്റ് ബെൽറ്റ് ടൈറ്റായിരിക്കുകയാണ്. അപ്പോൾ ടൈറ്റായിരിക്കുന്ന ബെൽറ്റുകളൊക്കെ എന്ത് ചെയ്യണം? ലൂസാക്കി കൊടുക്കണം. നല്ല ലൂസാക്കി കൊടുക്കണം. ചിലപ്പോൾ അയാൾ കൈയൊക്കെ ഇട്ടിട്ടുണ്ടാവും. കൈയൊക്കെ അഴിച്ച് മാറ്റി കൊടുക്കുക. വളരെ ലൂസാക്കി കംഫർട്ടബിൾ ആക്കണം അയാളെ. എന്നിട്ട് ഇയാളെ ആദ്യം, ഇയാൾക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് തട്ടി വിളിക്കണ്ടേ. പിന്നെ ആദ്യം എന്ത് ചെയ്യണം? LLF എന്ന് പറയുന്ന ഒരു സംഭവം. ലുക്ക്, ലിസൺ ആൻഡ് ഫീൽ എന്നാണ് അതിനകത്ത്. ലുക്ക്, ലിസൺ ആൻഡ് ഫീൽ. അതായത് ഇയാൾക്ക് നിലവിൽ ഇയാൾക്ക് ജീവനുണ്ടോ, ഹൃദയതാളം ഉണ്ടോ എന്നാണ് നമ്മുടെ ജോലി. ഇത് മനസ്സിലാക്കണം. അപ്പോൾ ജോലി എന്താണ് എന്നുള്ളത്. ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ എന്ത് ചെയ്യാം? പൂർണ്ണമായി നോക്കുക. ആ നോക്കുന്ന ഭാഗത്താണ് നമ്മൾ ഹെൽമെറ്റ് റിമൂവ് ചെയ്യണം. ചിലപ്പോൾ അയാൾ ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ടാവും. ആ ചിൻ സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ടാവും. ആ ചിൻ സ്ട്രാപ്പ് മാറ്റുക. അയാളെ വേസ്റ്റ് ബെൽറ്റ് മാറ്റുക. ടൈ ഉണ്ടെങ്കിൽ ടൈ മാറ്റുക. അപ്പോൾ അതെല്ലാം മാറ്റുക. ഷൂ ഉണ്ടെങ്കിൽ ഷൂ ഒക്കെ മാറ്റി കൊടുക്കുക. അതെല്ലാം മാറ്റി കൊടുത്തതിന് ശേഷം ഇയാൾ എന്ത് ചെയ്യാം? അതായത് നമ്മൾ ആ നോക്കുന്ന കൂട്ടത്തിൽ ഇതല്ലേ, അതിനാണ് ലുക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് L എന്ന് വെച്ചാൽ ലുക്ക് എന്ന്. അടുത്ത ലിസൺ എന്ന് പറയുന്നത്. ലിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ കിടക്കുകയാണ്, അയാൾക്ക് ഹൃദയതാളം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് സ്വാഭാവികം നമ്മളെല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? ശ്രദ്ധിക്കാറുണ്ട്. എന്ത് ചെയ്യും? അയാളുടെ നെഞ്ചത്തോട്ട്, ചെസ്റ്റിൽ എന്ത് ചെയ്യാം? നമ്മൾ ചെവി വെച്ച് എന്ത് ചെയ്യാം? വളരെ നന്നായിട്ട് ഇങ്ങനെ കൈയും കൂടെ വെച്ച് നോക്കുക. എന്തെങ്കിലും താളം അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് പെട്ടെന്ന് നോക്കുക. അപ്പോൾ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ദ ആംബുലൻസ് ആണ്. കോൾ ദ ആംബുലൻസ്. എന്ത് ചെയ്യുക? ആംബുലൻസ് വിളിക്കുക. ആംബുലൻസ് വിളിക്കണം. അതാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആംബുലൻസ് വിളിക്കുക. ആ സമയത്ത് നമുക്ക് പറ്റുമോ? നമ്മളൊരു ഫസ്റ്റ് എയ്ഡർ ആണെന്ന് കരുതുക. ഫസ്റ്റ് എയ്ഡർ തന്നെ എല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ നടക്കുന്ന കേസാണ്. ചിലപ്പോൾ അയാൾ മരണപ്പെട്ടിട്ടുണ്ടാവാം. ആംബുലൻസ് വിളിച്ചാലല്ലേ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് ജീവൻ ഉണ്ടാവാം. ആംബുലൻസ് വന്നല്ലേ പറഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്ത് വിളിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ചുറ്റും നമുക്കറിയാമല്ലോ, എവിടെ എന്ത് സംഭവിച്ചാലും നമ്മുടെ ചുറ്റും കുറേ ആൾക്കാർ. അപ്പോൾ എന്ത് ചെയ്യുക? ഒരാളെ ചൂണ്ടി പറയുക, എടേ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം? ആംബുലൻസ് വിളിക്കും. ഇല്ല, പരിചയമുള്ള ആരെങ്കിലും ആ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അവരെ പോയിന്റ് ചെയ്ത് ആ പേര് വിളിച്ച് എന്ത് ചെയ്യണം? ആംബുലൻസ് വിളിക്കാൻ പറയണം. എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുക എന്ന് പറയാം. അറിയാവുന്ന ആൾക്കാരാണെങ്കിലോ നിങ്ങളുടെ കൂട്ടത്തിൽ വരേണ്ടുന്ന ഒരു പരിചയക്കാരാണ്, എടേ ഇന്നാളെ അല്ലെങ്കിൽ പേര് വിളിച്ച് എന്ത് ചെയ്യാം? ആംബുലൻസ് വിളിക്കാൻ പറയുക. ഇനി ആംബുലൻസ് വരുന്നത് വരെ ഇയാൾക്ക് ജീവനുണ്ടോ എന്നുണ്ടെങ്കിൽ ആൾക്കാരെ കുഴിപ്പിച്ച് ശാന്തമാക്കി ഇദ്ദേഹത്തിന് എന്ത് കൊടുക്കുക? ജീവനുണ്ടോ എന്ന് നോക്കി. ഇയാൾക്ക് ജീവനുണ്ടെങ്കിൽ പിന്നെ എന്താണ്? അയാൾക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ അയാൾ എന്തായിരിക്കും? അബോധാവസ്ഥയില്ല. അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ മദ്യപിച്ചിട്ട് കിടക്കുന്നവനാണ്. ഇങ്ങനെ നോക്കിയാലേ ചിലപ്പോൾ അവന് ഹൃദയതാളം ഉണ്ടോ എന്ന് മനസ്സിലാവും. ഒരു ബോധമില്ലാതെ കിടക്കുന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു തട്ടുകൂടെ കൊടുത്ത് അങ്ങോട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഹൃദയതാളം ഉണ്ടല്ലോ, അടിച്ച് സെറ്റായി കിടക്കുകയായിരിക്കും. നമ്മളിങ്ങനെ ചെസ്റ്റ് വെച്ച് നോക്കുമ്പോഴായിരിക്കും നല്ല സ്മെല്ല് വരും. പിന്നെ നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ചിലപ്പോൾ അവൻ്റെ ബോധം വന്നാവാൻ നമുക്ക് ഇട്ടതായിരിക്കും.
അതുകൊണ്ട് അതിന്റെ കാര്യമില്ല. ഹൃദയതാളം ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇദ്ദേഹത്തെ എന്ത് ചെയ്യണം? ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരുള്ള ചുമതല ആ ഫസ്റ്റ് എയ്ഡറാണ്. അപ്പോൾ അതുവരെ എത്തിക്കുക, ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് കൊണ്ടുപോകണം, അയാൾക്ക് വ്യക്തമായ ട്രീറ്റ്മെൻറ്റ് കിട്ടണം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് നമ്മൾ നോക്കുമ്പോൾ ഹൃദയതാളം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, ഹൃദയതാളം കിട്ടുന്നില്ല. അപ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞു LLF എന്നാണ്, ലുക്ക്, ലിസൺ ആൻഡ് ഫീൽ എന്നാണ്. ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ മനസ്സിലാക്കുക. ഫീൽ എന്ന് വെച്ചാൽ തൊട്ട് നോക്കി മനസ്സിലാക്കുന്നതിനാണല്ലോ ഫീൽ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായി. എന്നാൽ ഈയൊക്കെ തൊട്ട് നോക്കി ജീവനുണ്ടോ എന്ന് അറിയണം. ഹൃദയതാളം മനസ്സിലാക്കുന്നില്ല. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇയാളുടെ കൈ പിടിച്ച് നോക്കും. നമുക്ക് എന്ത് കിട്ടും? ഫീൽ ചെയ്യാൻ പറ്റത്തില്ലേ? നമുക്ക് തൊട്ടറിവ് ഭയങ്കരമല്ലേ? പിടിക്കുമ്പോൾ നമുക്കറിയാം ഒരാളുടെ ജീവനുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അതിലൂടെ മനസ്സിലാക്കാൻ കഴിയില്ലേ എന്ന് ഒരാൾക്കും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ഈ ഷോക്ക് അടിക്കുക, കുഴഞ്ഞു വീഴുക, ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് കയ്യിൽ പൾസ് കിട്ടത്തില്ല. ഇതിനെ വിളിക്കുന്ന പേര് റേഡിയൽ പൾസ് എന്നാണ്. ഇത് നമ്മൾ ഡോക്ടർ പനിയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ഡോക്ടർ പിടിച്ച് ഇങ്ങനെ വാച്ചൊക്കെ പിടിച്ച് ഇങ്ങനെ നോക്കില്ലേ, നമ്മൾ ഈ സമയം നോക്കുന്നത് അത് കറക്റ്റ് ടൈം നോക്കുന്നത്, മിനിറ്റിൽ എത്ര തവണ ഉണ്ട് എന്നുള്ളത് പൾസ് വെച്ചല്ലേ നോക്കുന്നത്. എല്ലാവർക്കും കൂടെ കിട്ടും. അതിന് സാധാരണ രീതിയിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കരോട്ടിഡ് പൾസ് എന്ന് പറയുന്നൊരു സംഭവം, നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു ഗ്രന്ഥിയാണ് കരോട്ടഡ് ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പൾസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ 2 വിരലുകൊണ്ട് നമ്മുടെ ഈ തൊണ്ടക്കുഴിയുടെ താഴെ ഒന്ന് കുത്തി നോക്കിയാൽ അല്ലെ ഇങ്ങനെ പിടിച്ചു നോക്കാം. എല്ലാവർക്കും ജീവനുള്ള എല്ലാവർക്കും എന്ത് ചെയ്യും? ഇവിടെ എന്ത് കിട്ടിയിരിക്കും? അത് യാതൊരു സംശയമില്ല. എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ നമുക്ക് ആംബുലൻസ് വിളിക്കാം കേട്ടോ. ഇവിടെ ഉറപ്പായിട്ട് എന്ത് കിട്ടും? പൾസ് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ അത് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് അകത്തേക്ക് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഭയങ്കര മിടുപ്പാണ്. നല്ല പ്രഷർ കയറിയിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ അത് ഫീൽ ചെയ്ത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്തില്ല? അയാൾക്ക് വീണിടക്കുന്ന ആൾക്ക് അവിടെയാണ് നമ്മുടെ ജോലി. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമ്മൾ ആംബുലൻസ് വിളിച്ചിരിക്കണം എന്തായാലും, മനസ്സിലായല്ലോ? ആംബുലൻസ് വിളിച്ചിരിക്കണം. ഒരാളെ പോയിട്ട് നമ്മൾ അയാളെ നിർത്തി അടുത്ത് നമ്മൾ നോക്കി ഓവറാൾ ലുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹൃദയതാളം ഒന്ന് മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഇല്ല. എന്തായാലും അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആംബുലൻസ് വിളിക്കുക. ഇപ്പോൾ ആംബുലൻസാണ്. ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞു അടുത്തത് ഇയാളെ നമ്മൾ വളരെ സേഫായിട്ട് കിടത്തിയേക്കുവാണല്ലോ.